സുഹൃത്തുക്കളെ, റിസർവ് ബാങ്കിന്റെ പുതിയൊരു അമെന്റ്മെന്റ് മിനിഞ്ഞാന്ന് കണ്ടു. അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത്. അതെന്താണെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്ന് ഇറക്കിയ ഓർഡിനൻസിൽ ഇനി മുതൽ പഴയ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ നവംബർ മാസം 8-ാം തീയതി അസാധുവാക്കിയ നോട്ടുകൾ ഇനി മുതൽ അങ്ങോട്ട് നിക്ഷേപിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിൻവലിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മാക്സിമം 24,000 രൂപ വരെ എന്നുള്ള ആ ഒരു സംഭവം നിലവിലുണ്ട്. പക്ഷേ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ 4/1 മാത്രമേ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കേട്ടു. ബാക്കി 4 വർഷത്തേന് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നൽകണമത്രേ. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള സാധുവായ നോട്ടുകൾ, പുതിയ 500, 2000, പിന്നെ പഴയ നോട്ടുകൾ, ഇതെല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും നിക്ഷേപിക്കുകയോ അത് മുഴുവനും പിൻവലിക്കുകയോ ചെയ്യാം. സാർ, ഒരു രാജ്യത്തെ മുഴുവൻ കറൻസിയിലെ 86% ഒറ്റ രാത്രി കൊണ്ട് പിൻവലിച്ചിട്ട് അതിൽ ഇന്ന് വരെ 10% താഴെ മാത്രമാണ് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞത്. എന്നിട്ടോ ആ പൈസയിൽ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് പിന്നീട് വെയിലും മഴയുമേറ്റ് ക്യൂ നിന്ന് ആ പൈസ തിരിച്ചെടുക്കണം. സാർ, നിങ്ങൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? നാറാണത്ത് ഭ്രാന്തന്റെ ഏത് തലമുറയിൽപ്പെടും നിങ്ങൾ? ഇത് കേട്ട് ടോർച്ചടിച്ച് കൈയടിക്കുന്ന കുറെ ആളുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരെയും ആ ഗണത്തിൽ കൂട്ടരുത്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നവംബർ മാസം 8-ാം തീയതി മുൻപ് റെക്കോർഡ് ചെയ്തതിനു ശേഷം ടിവിയിൽ പ്രദർശിപ്പിച്ച ലൈവിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്നു മുതൽ നമ്മുടെ 1000-ഉം 500-ഉം അസാധുവാണ്. പകരം പുതിയ 500-ന്റെ നോട്ടും 2000-ന്റെ നോട്ടും നമ്മൾ ഇറക്കുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. 6 മാസം മുൻപ് തൊട്ട് ഇതിനു വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. ഡിസംബർ മാസം 31-ാം തീയതി വരെ നമ്മുടെ കയ്യിലുള്ള പഴയ നോട്ടുകൾ ബാങ്കിൽ കൊടുത്ത് മാറ്റി വാങ്ങാം. അതിനുശേഷം മാർച്ച് മാസം 31-ാം തീയതി വരെ ചില ഉപാധികളോടെ അത് മാറ്റിയെടുക്കാനുള്ള സൗകര്യമുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. ആ ഉപാധികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മാറിയെടുക്കുന്ന നോട്ടിന് ആദ്യം പരിധി നിശ്ചയിച്ചു. 4000, 2000, 4500, അങ്ങനെ പല പല നിയമങ്ങൾ. അവസാനമായിട്ട് നവംബർ മാസം 24-ാം തീയതി ആയപ്പം മാറിക്കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. എന്നിട്ടോ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത പണം പിൻവലിക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ. ഈ 6 മാസം മുൻപ് തൊട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സാർ നമ്മുടെ ATM-ന്റെ ട്രേകളിൽ വെക്കാൻ പറ്റിയ വലിപ്പത്തിലൊരു നോട്ട് പോലും അച്ചടിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? 6 മാസം മുൻപ് അച്ചടി തുടങ്ങിയ നോട്ടിൽ എങ്ങനെയാണ് സാർ 2 മാസം മുൻപ് ചാർജ് എടുത്ത ഉർജിത് പട്ടേലിന്റെ ഒപ്പ് വന്നത്? അടിച്ചതിനു ശേഷം പുള്ളി ഒപ്പിട്ടു. പുതിയ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തെ കമ്മട്ടങ്ങൾ മുഴുവൻ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് അച്ചടിച്ചാൽ പോലും നിലവിലുള്ള നോട്ട് ക്ഷാമം പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. 6 മാസത്തെ മുന്നൊരുക്കമല്ലേ സാർ? കള്ളപ്പണക്കാരെ പിടിക്കുന്നതിന് ഈ രാജ്യത്തെ സാധാരണക്കാരെതിരല്ല സാർ. താങ്കളുടെ മേശപ്പുറത്ത് രാജ്യത്തെ കള്ളപ്പണക്കാരുടെ മുഴുവൻ ലിസ്റ്റും കിടപ്പുണ്ട്. അതിൽ എത്ര പേരെ ഇതുവരെ പിടിച്ചു? എനിക്കൊരു 100 ദിവസം തരൂ, ഈ രാജ്യത്തിന് പുറത്തുള്ള കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലെത്തിക്കാം എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ താങ്കൾ ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ടും ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഇവിടുത്തെ കള്ളപ്പണക്കാർ അവരെല്ലാം ടാക്സ് ഫ്രീ സോണുകളിൽ വിദേശ രാജ്യങ്ങളിലാണ് പൈസ നിക്ഷേപിച്ചിരിക്കുന്നത്. കള്ളപ്പണമൊക്കെ ലിക്വിഡ് ക്യാഷായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കേവലം 10% മാത്രമാണ്. ബാക്കി മുഴുവൻ പല പല അസറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ പിടിക്കുന്നതിന് പകരം കൂലിപ്പണിക്കാരന്റെയും അത്താഴപ്പട്ടിണിക്കാരന്റെയും കയ്യിലിരിക്കുന്ന പൈസ, അവരവരുടെ മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ചു വെച്ച പൈസ, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ അസാധുവാക്കുക മാത്രമല്ല, അതൊക്കെ കൊണ്ട് ഇപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആക്കി കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണ് സാറുള്ളത്?
2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഡോളറിന്റെ വിനിമയ നിരക്ക് 60 രൂപയിൽ താഴെയായിരുന്നു. ഇപ്പോഴത് 70-ലെത്തി. 2014 നവംബർ മാസം ഞാൻ UAE-യിൽ വരുമ്പോൾ ഒരു ദിർഹത്തിന്റെ വില 16 രൂപ 10 പൈസയായിരുന്നു. ഇന്നത് 19-ലെത്തി നിൽക്കുന്നു. 2.5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ നോട്ടിന്റെ മൂല്യച്യുതി എവിടെ എത്തി നിൽക്കുന്നു? സാർ, കെ സുരേന്ദ്രന്റെ വിശേഷണത്തിന് യോഗ്യരായ ചില അണികൾ താങ്കൾക്കുള്ളതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇപ്പോഴും ആ ഭരണപഥത്തിൽ ഇരിക്കുന്നത്. താങ്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട്, 50 ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന്. ഇല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങുമെന്ന്. ഞങ്ങൾ സമ്മതിക്കുകയാണ് സാർ. ഡിസംബർ മാസം 30-നകം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ താങ്കൾ അന്നേരം പാപഭാരങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഉർജിത് പട്ടേലിന്റെയോ മറ്റോ പെടലിക്ക് കെട്ടിവച്ചിട്ട് ചിരിച്ചു കാണിക്കരുത്. രാജ്യത്തെ 60% ആൾക്കാർ വിനിയോഗിച്ച സമ്മതിദാന അവകാശത്തിൽ 31% ആളുകളുടെ പിന്തുണയോടുകൂടി സ്തംഭം ചാർത്തി കെട്ടിത്തന്ന പ്രധാനമന്ത്രി പദമുണ്ടല്ലോ, ആ ആലഭാരങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ ഒന്ന് അഴിച്ചു വെച്ചിട്ട് ഞങ്ങളെ ഈ അച്ചാദിനിൽ നിന്ന് ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി. കൂടുതലൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇപ്പോൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്.